ഇത്തരത്തിലൊരു സംരംഭം ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന പ്രതിഭകളെ ആദരിക്കുക എന്നുള്ള ഒരു ചടങ്ങ്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കണ്ടു, റിലീസായിട്ടുള്ളൂ, 2 ആഴ്ച കഷ്ടിയായിട്ടുള്ളൂ. തിരക്കിനിടയിൽ അല്പനേരം എന്നാണ് സിനിമയുടെ പേര്. വലിയൊരു പബ്ലിസിറ്റിയോടുകൂടി മമ്മൂട്ടി മോഹൻലാൽ സിനിമ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ആ സിനിമയിൽ ഒരു ചെറിയ കാര്യം പറയുന്നുണ്ട്. ഈ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കുട്ടികളോട് മാതാപിതാക്കളും രക്ഷിതാക്കളും അതോടൊപ്പം അധ്യാപകരും അനാവശ്യമായി അവരോട് ദേഷ്യപ്പെടുമ്പോൾ നമുക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനെല്ലാം കുട്ടികളോട് തീർക്കുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥ അവിടെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ, അവിടെ തലയിലൊന്ന് തലോടിയാൽ, അവിടെ നെറുകയിലൊരു മുത്തം കൊടുത്താൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നാ സിനിമ, ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സിനിമ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നതും അതോടൊപ്പം ഒരു തലോടലാണ്. കാരണം ഈ സ്കൂളിൽ 11 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷയ്ക്ക് വിജയിച്ചത്. ഒരു പക്ഷേ അവർക്ക് ഇതുപോലൊരു വേദിയിൽ വെച്ചൊരു മൊമെന്റോ ഇതുവരെ ആരും കൊടുത്ത് കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആരും കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് അത്തരത്തിലൊരു ഭൂപ്രദേശമാണ്. കോതമംഗലം താലൂക്കിന്റെ തന്നെ ഒരു എൻഡാണ്, ഇടുക്കി ജില്ല തുടങ്ങുവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കുറവാകാനാണ് സാധ്യത. ആ കുട്ടികൾ ഇവിടെ വന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് തുടർന്നുള്ള പഠനത്തിൽ അത് മികവ് തെളിയിക്കാൻ ആ കുട്ടികളുടെ മനസ്സിൽ ഒരു സന്തോഷമുണ്ടാകും. അതോടൊപ്പം ഇപ്പോൾ 9ാം ക്ലാസ്സിലൂടെ പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാവും അടുത്ത വർഷവും ഇതുപോലത്തെ ഒരു മൊമെന്റ് വാങ്ങണമെങ്കിൽ പഠിക്കണമെന്നും ജയിക്കണമെന്നുമുള്ളൊരു തോന്നൽ ആ കുട്ടികൾക്ക് ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ തുറന്നു കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഇവിടെ പഠിക്കുന്ന 5 വിദ്യാർത്ഥികൾക്കാണ് ഇന്നിവിടെ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾ വിചാരിക്കും നന്നായി പഠിച്ചതുകൊണ്ടാണ് ഈ സ്കോളർഷിപ്പ് അവർക്ക് തന്നത്. ആ സ്കോളർഷിപ്പിനെ ആ കുട്ടികളെ തിരഞ്ഞെടുത്തത് ഈ സ്കൂൾ അധികൃതരാണ്. ഞങ്ങൾക്കതിൽ യാതൊരു പങ്കുമില്ല. ഞങ്ങൾ 2 കാര്യങ്ങളാണ് അവരോട് പറഞ്ഞത്. പഠനത്തിൽ മികവ് പുലർത്തണം, സാമ്പത്തികമായി ചെറിയ പിന്നോട്ട് നിൽക്കുന്നവരും പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്നവരുമായ കുട്ടികളെയാണ് ഞങ്ങൾക്ക്. ആ ഒറ്റ മാനദണ്ഡം മാത്രമേ അതിനകത്ത് ഞങ്ങൾക്കുള്ളൂ. തീർച്ചയായിട്ടും ടീച്ചർമാർ 5 വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആദരവ് കിട്ടുമ്പോൾ തീർച്ചയായും മറ്റു കുട്ടികൾക്കും അതൊരു പ്രചോദനമാകും. ഞങ്ങൾക്ക് പഠിപ്പിച്ചാൽ ഇതുപോലുള്ള ആദരവുകൾ കിട്ടും എന്നുള്ള കാര്യം. അതോടൊപ്പം ഇവിടെ തഹസിൽദാർ മായ മേഡം ഉൾപ്പെടെ, ജയിൽ സൂപ്രണ്ട് കമാൽ സാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്ന ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതോടുകൂടി നിങ്ങളുടെ ഈ സൽക്കർമ്മങ്ങളെ നിർത്തുകയല്ല, ഇതോടുകൂടി നിങ്ങൾ തുടങ്ങുകയാണ് വേണ്ടത്. കാരണം നിങ്ങളെ നമ്മളിവിടെ ആദരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ആ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ പരിപാടികളും നിങ്ങൾ ചെയ്യണം. അത് മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃകയാകുന്ന രീതിയിൽ അത് മെച്ചപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയായിട്ട് നിങ്ങളോട് പറയുവാനുള്ളത്. പിന്നെ നമ്മുടെ ലക്ഷ്മി ടീച്ചർ തീർച്ചയായിട്ടും നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു വളരെ വിശദമായി തന്നെ ഓരോ വേർപാടുകളും ഓരോ യാത്രയപ്പോഴും നമുക്ക് ദുഃഖമാണ്. ടീച്ചർ വന്നതിൽ പിന്നെ നമ്മുടെ ലൈബ്രറിയുമായി ചേർന്നുകൊണ്ടും മറ്റ് ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോഴും ഈ സ്കൂളിൽ കുട്ടികൾ ഒത്തിരി കുറവാണെന്ന് പറഞ്ഞാൽ പോലും ഇതിന്റെ മൂല്യം ഉയർത്തിക്കൊണ്ടുവന്ന് ഇതിനെ വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് സ്കൂൾ മെച്ചപ്പെടുത്താൻ അതികഠിനമായി ടീച്ചർ പരിശ്രമിച്ചു. ടീച്ചർ മലപ്പുറംകാരിയാണ്. ഇഷ്ടംപോലെ ലീവ് ഉണ്ടാവും സർവീസിനകത്ത്. വേണമെങ്കിൽ ഇവിടെ നമുക്ക് ലീവ് എടുത്ത് വീട്ടിൽ പോകാം, സിമ്പിളായിട്ട് പോകാം. പക്ഷെ ഇവിടെ വാടകയ്ക്കൊരു കെട്ടിടം എടുത്ത് അതിൽ താമസിച്ചിട്ടാണ് ടീച്ചർ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇത്തരം ആത്മാർത്ഥയുള്ള അധ്യാപകരെ കിട്ടുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ തന്നെ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ നമ്മുടെ യാത്രയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം വിപുലമായ പരിപാടികളാണ് നടത്തുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ പരിപാടിയോട് നല്ല രീതിയിൽ സഹകരിക്കണമെന്നും തുടർന്ന് സാമൂഹ്യക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നന്ദി.